Hello, good morning all. Welcome back to the online classes on digital electronics. So, ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു ബ്രീഫായിട്ട് നമ്മൾ കൺക്ലൂഷനായിട്ട് ഇന്ന് പറയേണ്ടത് TTL, CMOS, ECL, ഓപ്പൺ കളക്ടർ ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ബേസിക്കലി നമ്മളിതിൻ്റെ ടെക്നോളജി എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ടെക്നോളജീസിൽ ഈ ഡിഫറെൻറ്റ് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് TTL ആണ്. അപ്പോൾ ഈ TTL കൂടാതെ മറ്റുള്ള ടെക്നോളജീസ് CMOS, ECL കൂടാതെ ഓപ്പൺ കളക്ടർ ഇതുകൂടെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ് us മൂവ് ഓൺ. ഗുഡ് മോർണിംഗ് നിഷ്മ ഷെറിൻ. ഞാൻ ഈ ക്ലാസ്സിൽ സ്വല്പം ഒന്ന് വൈകി. ഞാൻ ഇതിന് ചെറിയൊരു പവറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് അപന്യ തമ്പി. അതുകൊണ്ട് സ്വല്പം ഒന്ന് വൈകി പോയി തുടങ്ങാനായിട്ട്. അപ്പോൾ എനിവേ നമുക്കൊരു ഹാഫ് ആൻ അവർ കൊണ്ട് തീർക്കാനുള്ള ഇന്നത്തെ ക്ലാസ് ഉള്ളൂ. സോ ദിസ് ഈസ് ദ അഭിലാഷ്. ഗുഡ് മോർണിംഗ്. ദിസ് ഈസ് ദ TTL ഇൻവെർട്ടർ സർക്യൂട്ട് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം ഇതിൻ്റെ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് ഓപ്പറേഷൻ എന്താണെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് അനസ് മുബാറക്. ഞാൻ കുറച്ച് ക്ലാസ് ഇത്തിരി വൈകിപ്പോയി. പവറിൻ്റെ ഒരു ചെറിയ ഫെയിലിയർ വന്നു, ഇഷ്യൂ ഉണ്ടായിരുന്നു. പവർ ഒന്ന് ചാർജ്ഡ് അല്ലായിരുന്നു. പിന്നെ വേറൊരു പ്രശ്നം വെച്ചാൽ സൈമൾട്ടേനിയസ്ലായിട്ട് ഇതൊന്ന് കുത്തിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നോയ്സ് വരുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് മുസ്തഫ പറഞ്ഞ പോലെ ചില നോയ്സ് ഉണ്ടായിരുന്നു, ക്ലിക്ക് നോയ്സും ചില ഹം നോയ്സൊക്കെ വന്നിരുന്നു. അത് സൈമൾട്ടേനിയസ് ആയിട്ട് SMPS കുത്തി ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നോയ്സാണ്. ഇപ്പോൾ ഞാനൊന്ന് ചാർജ്ഡ് ആണ്, ആവശ്യത്തിന് ചാർജ് ഉണ്ട്. അതായത് നമ്മുടെ ക്ലാസ്സിന് എടുക്കാൻ വേണ്ടി ആവശ്യത്തിന് ചാർജിനകത്തുണ്ട്. തൽക്കാലം പ്രശ്നമൊന്നുമില്ല. സോ ലെറ്റ് us കണ്ടിന്യൂ. സോ ദിസ് ഈസ് ദ ഇൻവെർട്ടർ സർക്യൂട്ട് വി ആർ ഡിസ്കസിങ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. ആൻഡ് ഹിയർ യു ക്യാൻ സി ദ ഇൻപുട്ട് ആൻഡ് ഹിയർ യു ക്യാൻ സി ദ ഔട്ട്പുട്ട്. ആൻഡ് ദി സർക്യൂട്ട് ഫങ്ഷൻസ് ആസ് എ നോട്ട് ഗേറ്റ് ഓർ ആൻ ഇൻവെർട്ടർ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ കഴിഞ്ഞ സെഷനിൽ എടുത്തതാണ്. ഈ ക്ലാസ്സിൽ ഇത് ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടി എടുത്തതാണ്. ഈ സർക്യൂട്ട് നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു എന്താണെന്നുള്ളത്. ഇനി ഇവിടെ തൊട്ടടുത്ത സർക്യൂട്ടായിട്ട് ഇതിൻ്റെ ഒരു കമ്പാരിസൺ എടുക്കാം. നെക്സ്റ്റ് സർക്യൂട്ട് ഈസ് എ TTL NAND ഗേറ്റ്. ഹിയർ വാട്ട് ഐ ഹാവ് ഷോൺ ഈസ് എ TTL NAND ഗേറ്റ്. ആൻഡ് ഹിയർ ദ ഓൺലി ഡിഫറൻസ് ഈസ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് വൺ ഇൻപുട്ട് യു ഹാവ് ടു ഇൻപുട്സ്, namely input A and input B. And you can see the transistor is slightly different because there are two junctions. And you can see there are two emitters. ഇവിടെ ഇതിൽ രണ്ട് എമിറ്ററാണ് Q1 എന്നിട്ട് പറയുന്ന ട്രാൻസിസ്റ്റർ കാണിച്ചിട്ടുള്ളത്. ഇവിടെ Q2ഉം Q4ഉം Q3ഉം Q2, Q3, Q4 എന്ന് പറയുന്നത് സാധാരണ രീതിയിലുള്ള ട്രാൻസിസ്റ്റർ BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്. പക്ഷേ എക്സെപ്റ്റ് Q1, ഹിയർ Q1 ഹാസ് എ മൾട്ടിപ്പിൾ എമിറ്റർ. ഇവിടെ Q1ൻ്റെ കേസിൽ നമ്മൾ മൾട്ടിപ്പിൾ എമിറ്റേഴ്സ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇത് അതർവൈസ് ദി ഓപ്പറേഷൻ ഈസ് സിമിലർ, കാരണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇൻപുട്ട് എയും ഇൻപുട്ട് ബിയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇൻപുട്ട് എ മാത്രം കൺസിഡർ ചെയ്താൽ ഇതൊരു നോട്ട് ഗേറ്റ് ആയി മാറി. ഗുഡ് മോർണിംഗ് അതുല്യദാസ്. ഇതൊരു നോട്ട് ഗേറ്റ്. ഇപ്പോൾ കഴിഞ്ഞ സർക്യൂട്ട് കണ്ടതുപോലെ ഒറ്റ ഇൻപുട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഒരു ഇൻവെർട്ടർ നമ്മൾ എങ്ങനെയാണോ എക്സ്പ്ലെയിൻ ചെയ്തത് അതുപോലെ തന്നെ ഈ കേസിൽ ഇൻപുട്ട് എ നമുക്ക് ഒഴിവാക്കിയത് മറിച്ചുകൊണ്ട്, അത് ഇൻപുട്ട് എ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, നമുക്ക് മാസ്ക് ചെയ്യാം. ഇവിടെ ഇൻപുട്ട് എ ഇത്രയും പാർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് സിമിലർ ടു ദ സെയിം സർക്യൂട്ട് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദി കേസ് ഓഫ് എ ഇൻവെർട്ടർ. ഇപ്പോൾ ഇതൊരു ഇൻവെർട്ടറായി മാറി. ഇപ്പോൾ ഇത് NAND ഗേറ്റ് ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് ആവശ്യമുണ്ട്. ഇപ്പോൾ രണ്ട് ഇൻപുട്ട് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് നമ്മൾ ഒരു എമിറ്റർ കൂടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എമിറ്റർ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ഇൻപുട്ട് ബിയും കൂടെ, അതായത് രണ്ട് ഇൻപുട്ട് സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് രണ്ട് ഇൻപുട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബേസിക്കലി ദിസ് സർക്യൂട്ട് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദി ഇൻവെർട്ടർ സർക്യൂട്ട് except for the additional input emitter Q1, that is at Q1. ഇപ്പോൾ ഇവിടെ അഡീഷണൽ ഇൻപുട്ട് അറ്റ് എമിറ്റർ എന്ന് പറയുന്നത് ഇവിടെ കാണാം. Q1ൽ രണ്ട് എമിറ്റർ ഉണ്ട്, ഒരെണ്ണം ഇൻപുട്ട് എ, രണ്ടാമത്തെ ഇൻപുട്ട് ബി. ബാക്കിയെല്ലാം സിമിലർ ആണ്.
അതുപോലെ ഇവിടെ പ്രൊട്ടക്റ്റീവ് ഡയോഡ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ഇൻവെർട്ടർ സർക്യൂട്ടിൽ നമ്മൾ ഇത്തരത്തിൽ ഒരു ഡയോഡാണ് കൊടുത്തത്. ഇവിടെ നമുക്ക് 2 ഡയോഡാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എൻ ഇൻപുട്ട് ക്ലാമ്പ് ഡയോഡ്. ഇവിടെ ഇൻപുട്ട് ക്ലാമ്പ് ഡയോഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു സ്പെസിഫിക് വോൾട്ടേജിന് അതിനേക്കാൾ കൂടുതൽ ഇവിടെ അലൗ ചെയ്യത്തില്ല. ക്ലാമ്പ് ഡയോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്പെസിഫിക് വോൾട്ടേജിനേക്കാൾ കൂടുതൽ കാരണം ഇൻപുട്ടിലേക്ക് കൂടുതൽ വോൾട്ടേജ് കൊടുത്താൽ ട്രാൻസിസ്റ്റർ ഡാമേജ് ആവും. അപ്പോൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റീവായിട്ട് നമ്മളിവിടെ ഒരു ഡയോഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്കിനി ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. കാരണം ഇതിൻ്റെ ഓപ്പറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് സിമിലർ ടു ദി TTL ഇൻവെർട്ടർ സർക്യൂട്ട്. അപ്പോൾ ഇത്രയാണ് ഇവിടെ TTL NAND ഗേറ്റിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിന് നെക്സ്റ്റ് അടുത്ത സർക്യൂട്ടിലേക്ക് മൂവ് ചെയ്യാം. So this next circuit is a CMOS inverter. As you can see, this is a circuit of a CMOS inverter. ഇതൊരു CMOS ഇൻവെർട്ടർ ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സർക്യൂട്ട് പഠിച്ചത് TTL ഇൻവെർട്ടർ ആണെങ്കിൽ ഇവിടെ ഇത് CMOS ആണ്. സോ CMOS സ്റ്റാൻഡ്സ് ഫോർ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ. So CMOS inverter. So this is the circuit of the circuit diagram of a CMOS inverter. As you can see, we have used a CMOS transistor configuration. CMOS means that includes 2 transistors. That is, here Q1 a P channel MOSFET and a Q2 an N channel MOSFET. ഇപ്പോൾ ഇവിടെ 2 ടൈപ്പ് മോസ്ഫെറ്റ് ചേരുന്നതാണ് ഇവിടെ Q1ഉം Q2ഉം, അതായത് കോംപ്ലിമെൻ്ററി ആണ്. ഇവിടെ CMOSൻ്റെ മീനിങ് എന്ന് പറയുന്നത് കോംപ്ലിമെൻ്ററി എന്നാണ്. സോ ഇവിടെ CMOS സ്റ്റാൻഡ്സ് ഫോർ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് ഫീൽഡ് ഇഫക്റ്റ് ട്രാൻസിസ്റ്റർ. CMOS സ്റ്റാൻഡ്സ് ഫോർ കോംപ്ലിമെൻ്ററി MOS logic, metal oxide semiconductor logic. അതാണ് ഇവിടെ CMOSൻ്റെ മീനിങ്. അപ്പോൾ ഇതിവിടെ CMOS ഇൻവെർട്ടറാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ CMOS ഇൻവെർട്ടറിനകത്ത് 2 ട്രാൻസിസ്റ്റേഴ്സ് കാണാം. ഒരു ട്രാൻസിസ്റ്റർ, അതായത് Q1 എന്ന് പറയുന്നത് P ചാനൽ MOSFET ആണ്. Q2 എന്ന് പറയുന്നത് N ചാനൽ MOSFET ആണ്. അപ്പോൾ ഈ P ചാനൽ MOSFET Q1ഉം N ചാനൽ MOSFET Q2ഉം കൂടെ ചേർന്നിട്ടാണ് ഈ CMOS ഇൻവെർട്ടർ നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ CMOSനകത്ത് 2 ഉണ്ട്, അതായത് P ചാനൽ MOSFETും ഉണ്ട്, N ചാനൽ MOSFETും ഉണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇതിനെ CMOS എന്ന് വിളിക്കുക. അപ്പോൾ CMOS ടെക്നോളജി അല്ലെ CMOS സെമികണ്ടക്ടർ ലോജിക്ക് നമ്മളിതിനെ വിളിക്കുക. Now here you can see there is in an inverter you have 1 input and 1 output. So ഇവിടെ ഇൻവെർട്ടർ, സാധാരണ ഇൻവെർട്ടർ ഗേറ്റ് ലോജിക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഇൻവെർട്ടറിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ ഇവിടെ അതേപോലെ ഇൻപുട്ട് നമുക്ക് ഒരെണ്ണം, ഔട്ട്പുട്ട് വീണ്ടും ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ ഇൻപുട്ട് ഹൈ കൊടുത്താൽ ഔട്ട്പുട്ട് ലോ കിട്ടണം അല്ലേ. ഇൻപുട്ട് ലോ കൊടുത്താൽ ഔട്ട്പുട്ട് ഹൈ കിട്ടണം, ഇൻപുട്ട് ഹൈ കൊടുത്താൽ ഔട്ട്പുട്ട് ലോ കിട്ടണം. So that is the operation of an inverter. So here in the first case we are applying a high at the input. We can apply a high at the input. So when you are applying a high at the input, what happens here? ഇവിടെ ട്രാൻസിസ്റ്റർ Q2 conducts. കാരണം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ N ചാനൽ മോസ്ഫെറ്റ് ആയതുകൊണ്ട് ഇവിടെ N ചാനൽ മോസ്ഫെറ്റിൽ നമുക്കിവിടെ ഒരു ഹൈ ഇൻപുട്ട് ഗേറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ Q2 എന്ന് പറയുന്നത് ഓൺ ആവും. സോ Q2 becomes on and Q2 conducts, whereas since Q1 is a P channel MOSFET,
ദാറ്റ് റിമെയിൻസ് ഓഫ്. ഇവിടെ ഇതിൻ്റെ ഗേറ്റിലേക്ക് ഒരു ഹൈ ഇൻപുട്ട് കൊടുത്താൽ ട്രാൻസിസ്റ്റർ ഓഫ് കണ്ടീഷനിലായിരിക്കും. Q1 എന്ന് പറയുന്നത് ഓഫ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ Q2 ഓൺ ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട്. ദി ഔട്ട്പുട്ട് ഈസ് കണക്റ്റഡ് ടു ഗ്രൗണ്ട് വയ ട്രാൻസിസ്റ്റർ Q2. So the output is low. So when you are applying a high at the input, we get a low at the output. Okay. And in the next case, we are going to apply a low at the input. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് കേസിൽ നമുക്ക് ഒരു ലോ ഇൻപുട്ട് കൊടുത്താൽ, so apply a low or 0 at the input. So what happens when you are applying a low at the input? In this case, when a low is applied to the input, which means transistor Q2 goes to off. കാരണം ഇതൊരു എൻ ചാനൽ മോസ്ഫെറ്റ് ആയതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ഗേറ്റിലേക്ക് ഒരു നെഗറ്റീവ് വോൾട്ടേജ് അഥവാ 0 വോൾട്ട്, പോസിറ്റീവ് അല്ലാത്ത 0 അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് നമ്മളിവിടെ Q2യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് Q2 എൻ ചാനൽ ആയതുകൊണ്ട് ഈ Q2 becomes off. Whereas the transistor Q1, since low is applied to the gate of the transistor Q1, the transistor Q1 which is a P channel MOSFET becomes on. ഇത് ഓൺ ആവും. ട്രാൻസിസ്റ്റർ ഓൺ ആയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും? ഈ സപ്ലൈ VDD എന്ന് പറയുന്നത് ഇതിൻ്റെ നമുക്ക് കാണാം, ഇത് നേരെ ട്രാൻസിസ്റ്റർ Q1 വഴി ഔട്ട്പുട്ടിലേക്ക് നമുക്ക് കിട്ടും. ഔട്ട്പുട്ടിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ സാധിക്കും. അത് മാത്രം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഓഫ് കണ്ടീഷൻ, Q2 ഓഫ് കണ്ടീഷൻ ആയതുകൊണ്ട് ഇത് നേരെ ബൈപ്പാസ് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. സോ ദി സപ്ലൈ VDD is the current from the supply VDD flows through the source drain terminal of the P channel MOSFET, and that is given at the output. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെയാണ് ഇതിൻ്റെ കറണ്ട് ഫ്ലോ എന്ന് നമുക്ക് കാണിക്കാം. ഇതാണ് അതിൻ്റെ കറണ്ട് ഫ്ലോ. കാരണം ഇത് ഓഫ് ആയതുകൊണ്ട്, ഈ ട്രാൻസിസ്റ്റർ ഓഫ് ആയതുകൊണ്ട് ഇങ്ങോട്ട് കറണ്ട് ഫ്ലോ ഇല്ല. സോ ഇങ്ങോട്ടുള്ള കറണ്ട് ഫ്ലോയെ ബ്ലോക്ക് ചെയ്തിരിക്കുക. ട്രാൻസിസ്റ്റർ Q2 ഓഫ് ആയതുകൊണ്ട് അവിടെ കറണ്ട് നേരെ താഴത്തേക്ക് പോകാതെ അതിനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇങ്ങനെ പോകാനുള്ള സാധ്യത ശരിക്കും സാധാരണഗതിയിൽ ഇപ്പോൾ Q2 ഓൺ ആണെങ്കിൽ നേരെ ഇങ്ങനെ പോയിട്ട് ഗ്രൗണ്ടിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ Q2 ഓഫ് ആയതുകൊണ്ട് നമ്മളിതിനെ ബ്ലോക്ക് ചെയ്ത് ഈ കറണ്ട് ഫ്ലോ ബ്ലോക്ക് ചെയ്യും. പകരം ഇത് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഔട്ട്പുട്ട് ഹൈ കിട്ടും. സോ വി ഗെറ്റ് എ ഹൈ അറ്റ് ദ ഔട്ട്പുട്ട് or 1. So when low is applied, low or 0 is applied at the input of a CMOS inverter, the output becomes high. By output is high. ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് അഥവാ ഓപ്പറേഷൻ ഓഫ് CMOS ഇൻവെർട്ടർ. അടുത്ത സർക്യൂട്ട് നമുക്ക് പഠിക്കാനുള്ളത് TTL ഇൻവെർട്ടർ വിത്ത് ഓപ്പൺ കളക്ടർ ഇൻപുട്ടാണ്. ഓപ്പൺ കളക്ടർ ഔട്ട്പുട്ടാണ്. സോറി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്പൺ കളക്ടർ എന്ന് സാധാരണ ടേം ഉപയോഗിക്കുന്നത് TTL ഓപ്പൺ കളക്ടറിനെയാണ്. സോ ഓപ്പൺ കളക്ടർ or here in this case we are using the open collector output in the case of TTL. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ നേരത്തെ ഉപയോഗിച്ച പോലെ BJT ആണ്. അതായത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്ററിൽ സിമിലാരിറ്റി നമ്മളെല്ലാം സിമിലർ ടു ദി TTL ഇൻവെർട്ടർ സർക്യൂട്ട്. കാരണം ഇവിടെ ഒരു Q1 എന്ന് പറയുന്നൊരു ട്രാൻസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എമിറ്ററിലേക്കാണ് ഇൻപുട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തൊരു രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഫേസ് സ്പ്ലിറ്റർ എന്ന് പറയുന്ന ഒരു പാർട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ട്രാൻസിസ്റ്റർ Q2. ദെൻ ഇവിടെ മൂന്നാമതായിട്ട് ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ Q3 ഉണ്ട്. ഇവിടെ രണ്ട് ട്രാൻസിസ്റ്ററാണ് നമ്മൾ സാധാരണ TTL ഇൻവെർട്ടർ പഠിച്ച ഫസ്റ്റ് സർക്യൂട്ട് പഠിച്ചപ്പോൾ ഉള്ളത്. പക്ഷേ ഇവിടെ അതിന് പകരം ഒരു ട്രാൻസിസ്റ്റർ യൂസ് ചെയ്താൽ മതി. ഇവിടെ ഈ കണക്ഷൻ എന്ന് പറയുന്നത് നേരെ കളക്ടറിലേക്ക് കൊടുക്കാതെ ഔട്ട്പുട്ടിലേക്കാണ് ഇതിൻ്റെ കളക്ടർ നേരെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് TTL ഇൻവെർട്ടർ നമ്മൾ എടുക്കുന്ന സമയത്ത് കമ്പയർ ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ ബയസ് ചെയ്തിട്ടുണ്ട്. അതായത് VCCയിൽ നിന്നും R4 വഴി കളക്ടറിലേക്ക് ബയസ് ചെയ്തിട്ടാണ് Q4 ഇങ്ങനെയാണ് വരുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരു കണക്ഷൻ നമുക്കിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കളക്ടറിലേക്ക് ഒരു കണക്ഷനുണ്ട്. പക്ഷേ ഇവിടെ ഈ കേസിൽ ഈ കളക്ടറിനെ അങ്ങ് ഓപ്പൺ ആക്കി ഇടുകയാണ്. നമുക്കിപ്പോൾ കാണാം ഈ സർക്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്, ആദ്യത്തെ സർക്യൂട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കളക്ടറിനെ അങ്ങ് ഓപ്പൺ ആക്കി ഇടുക.
Q3 ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിനെ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണ്. സോ ഈ അഥവാ ഇവിടെ നമുക്കൊരു ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ ഓപ്ഷനലി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് റെസിസ്റ്റൻസ് ആറിനെ പ്ലസ് VCCയിൽ നമുക്ക് എക്സ്റ്റേണലി വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റേണലായിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. ഇപ്പോൾ യൂഷ്വലി ഓപ്പൺ കളക്ടർ സർക്യൂട്ടിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ICയിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇത്തരത്തിൽ ഓപ്പൺ ആയിരിക്കും. നമുക്ക് അതിനെ എക്സ്റ്റേണലി വേണം ഒരു റെസിസ്റ്റൻസ് ഉപയോഗിച്ച് സപ്ലൈ വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള TTL ഇൻവേർട്ടറിനെയാണ് നമ്മൾ ഓപ്പൺ കളക്ടർ TTL ഇൻവേർട്ടർ എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഓപ്പൺ കളക്ടർ ഔട്ട്പുട്ട് TTL inverter. So a TTL inverter with an open collector output. So here we need to connect an external resistance. അപ്പോൾ ഇവിടെ നമുക്ക് സർക്യൂട്ട് കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആക്കാൻ സാധിക്കും. കാരണം അവിടെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റേർണലി കൊടുക്കാതെ അത് എക്സ്റ്റേണലി പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ആ രീതിയിൽ നമുക്ക് കുറച്ച് സ്പേസ് ലാഭമുണ്ട്. മാത്രമല്ല ഇതിനകത്ത് സിങ്കിങ് കറണ്ട് കൂടുതലാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഓപ്പൺ കളക്ടർ ബയസിങ്ങിൽ എപ്പോഴും സിങ്കിങ് കറണ്ട് സിങ്കിങ് മോഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഔട്ട്പുട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന, അത് നമുക്ക് സാധാരണ ഫാൻ ഔട്ട് എന്ന് പറയും. ഫാൻ ഔട്ട് അത് എത്ര ഡിവൈസിലേക്ക്, ഒരു ഡിവൈസ് എത്ര ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാമെന്നുള്ള ഒരു കണക്കാണ് ഇവിടെ ഫാൻ ഔട്ട് റേഷ്യോ എന്ന് പറയുന്നത് സാധാരണ. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ഡിവൈസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. കാരണം ഇത്തരത്തിൽ നമ്മൾ ഓപ്പൺ കളക്ടർ ബയാസിങ് ആയതുകൊണ്ടാണ് അത്തരത്തിലുള്ളത്. സോ TTL ഗേറ്റ്സ് ഹിയർ is used in the open collector configuration, and ഇതിൻ്റെ ഓപ്പറേഷൻ ദാറ്റ് ഈസ് സിമിലർ ടു യുവർ TTL ഇൻവേർട്ടർ. അതിനകത്ത് ഓപ്പൺ കളക്ടർ എന്ന് പറയുന്ന, അതായത് പുള്ളപ്പ് റെസിസ്റ്റർ ഉപയോഗിക്കണം, എക്സ്റ്റേണൽ ആയിട്ടൊരു പുള്ളപ്പ് റെസിസ്റ്റർ നമുക്ക് ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഓപ്പറേഷൻസ് ഓൾമോസ്റ്റ് സിമിലർ ആണ് എന്ന് പറയാം. ഇവിടെ ഔട്ട്പുട്ടിൽ മാത്രം ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഇവിടെ അഡീഷണലി ഇല്ല. അതായത് Q4 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ ഇൻവേർട്ടറിൽ അവിടെ ഉണ്ട്, ഇവിടെ Q3 മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ ഓപ്പറേഷനിൽ വരുള്ളൂ. പക്ഷേ അതർവൈസ് വി ക്യാൻ ഫൈൻഡ് ദിസ് സിമിലർ ടു ദി ഓപ്പറേഷൻ ഓഫ് ദി ഫസ്റ്റ് സർക്യൂട്ട് ഓൾറെഡി വി ഹാവ് സ്റ്റഡി. ഓക്കെ, ഇനി അടുത്ത സർക്യൂട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഷോർട്ട് കീ ആണ്. ഷോർട്ട് കീ TTL ആണ്. So this is an example of a short key TTL. Short key. So ഇവിടെ short key TTL uses a short key diodes. A short key TTL uses short key diodes and short key transistors. അപ്പോൾ ഇവിടെ ഈ സിമ്പലിൽ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇതൊരു S ഷേപ്പിലാണ് ഇതിൻ്റെ സിമ്പിൾ. ഈ ഡയോഡിന് നമ്മൾ S എന്ന് പറയുന്നൊരു ഷേപ്പ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാൻസിസ്റ്ററുകൾക്ക് ഒരു S എന്ന് പറയുന്ന ഷേപ്പ് ഇവിടെ ഇതിൻ്റെ സിമ്പിളിൽ നമുക്ക് കാണാം. സോ ഹിയർ ദിസ് മീൻസ് ദാറ്റ് instead of ordinary transistor we are using a short key transistor, as well as in case of ordinary diodes we are using short key diodes. So ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് this is exactly same as that of the previous circuits. ഇവിടെ കുറച്ചൊരു ചേഞ്ച് വരുന്നതെന്ന് പറയുന്നത് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്ന ഒരു സർക്യൂട്ടറി, ഈ ഒരു ഡിഫറൻസ് മാത്രം. കാരണം ഇവിടെ സ്വിച്ചിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ പവർ ഹാൻഡിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു മോഡിഫിക്കേഷൻ ഇവിടെ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇവിടെ 2 ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ കളക്ടർ കപ്പിൾ ചെയ്ത്, കളക്ടർ കോമൺ ആക്കിക്കൊണ്ട് ഇത്തരത്തിൽ 2 ട്രാൻസിസ്റ്റർ ഇവിടെ കാണാം. ഔട്ട്പുട്ടിൽ ഇവിടെയും കാണാം. ഇവിടെ നമുക്ക് കാണാവുന്ന വെച്ചാൽ ഇതിൻ്റെ ബേസിലേക്ക് ഇവിടെ ട്രാൻസിസ്റ്റർ കൊടുത്ത് ഇവിടുത്തെ ബേസിലേക്ക് ഇത്തരത്തിലൊരു കണക്ഷൻ, ഒരു അഡീഷണൽ ആയിട്ടൊരു ട്രാൻസിസ്റ്റർ ഇവിടെ കാണാം. ഫേസ് സ്പ്ലിറ്ററൊക്കെ സിമിലറാണ് ആദ്യത്തെ സർക്യൂട്ടായിട്ട് നോക്കുമ്പോൾ. അപ്പോൾ നമുക്കിത് വേണേൽ നാൻഡ് ഗേറ്റുമായിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ പ്രീവിയസ്ലി പഠിച്ചിട്ടുള്ള നാൻഡ് ഗേറ്റ് സർക്യൂട്ട് ഇതാണ്, TTL നാൻഡ് ഗേറ്റ്. ഇവിടെ മൾട്ടിപ്പിൾ എമിറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ പഠിച്ച സർക്യൂട്ടും മൾട്ടിപ്പിൾ എമിറ്റേഴ്സ് ഉണ്ട്. Q2 എന്ന് പറയുന്ന ട്രാൻസിസ്റ്റർ അവിടെ പ്രസൻ്റ് ആണ്. അതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് വരുന്ന ഇവിടെ Q4ന് മുമ്പേ ഒരു ട്രാൻസിസ്റ്ററും Q3ന് മുമ്പേ ഇപ്പുറമായിട്ട് ഒരു ട്രാൻസിസ്റ്ററും നമുക്ക് അഡീഷണലി ഈ സർക്യൂട്ടിൽ വരുന്നുണ്ട്. ഇതിപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. ഞാനിവിടെ ഇത് ജസ്റ്റ് ഒരു ഇലസ്ട്രേഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർക്യൂട്ട് നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഷോർട്ട് കീ ഡയോഡ്സ് അല്ലെ ഷോർട്ട് കീ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കാൻ കാരണം ഇതിൻ്റെ സ്വിച്ചിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഹിയർ ക്യാൻ ഇംപ്രൂവ് ദ സ്പീഡ് ഓഫ് ദി ഓർഡിനറി TTL by
replacing the ordinary transistors with Schottky transistors and Schottky diodes. Ordinary diodes can be replaced with the Schottky diodes, thereby increasing the speed of operation of the circuit. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. So here this provides a faster switching time than the normal TTL, or we can see the 5474H സീരീസിലുള്ള ഐസികളെക്കാളും 74S സീരീസിലുള്ള ഐസികൾ ഫാസ്റ്ററാണ്. സാധാരണ നമുക്ക് ഐ സി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് 7400 എന്ന് കൊടുക്കാം. ഇത് സ്റ്റാൻഡേർഡ് TTL ആണ്. അതേസമയം ഇതേ സംഗതി തന്നെ 74H00 എന്ന് കൊടുത്താൽ that means that is a high speed TTL സർക്യൂട്ട്. ഇതൊരു ഹൈ സ്പീഡ് TTL സർക്യൂട്ടാണ്. പക്ഷേ ഇവിടെ ഹയർ പവർ കൺസംഷൻ ഉണ്ടാവും. ഹയർ സ്പീഡാണ്, പക്ഷേ അതേസമയം ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്ന ഒരു ഹയർ പവർ കൺസംഷൻ കൂടെ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത്. നേരെ മറിച്ച് 74S സീരീസ് എടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 74S00 എടുക്കുകയാണെങ്കിൽ ഈ S സ്റ്റാൻഡ്സ് ഫോർ ഷോർട്ട് കീ എന്നുള്ളതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അതുപോലെ ഇത് ഫാസ്റ്റർ സ്വിച്ചിങ് എന്ന് കൂടെ അതിനകത്ത് മീനിങ് ഉണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് എ ഫാസ്റ്റർ സ്വിച്ചിങ് ടൈം. 74S00 നമ്മളിവിടെ കാണുന്ന ഈ TTL എന്ന് പറയുന്നത് ഇതെല്ലാം 54 അഥവാ 74S സീരീസിൽ പെട്ടതാണ്. അപ്പോൾ ഈ S സീരീസിൽ പെട്ടതിനെ ഉള്ള ഐസികൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റർ അതിൻ്റെ ഇൻറ്റേർണലി ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം ഷോർട്ട് കീ ആയിരിക്കും. ഷോർട്ട് കീ ട്രാൻസിസ്റ്റേഴ്സും ഷോർട്ട് കീ ഡയോഡാണ്. അതിപ്പം ദാറ്റ് ഇൻക്രീസസ് ദി സ്വിച്ചിങ് സ്പീഡ് ഓഫ് ദി സർക്യൂട്ട്. സോ ഇറ്റ് പ്രൊവൈഡ്സ് എ ഹൈ സ്പീഡ്. So this provides high speed. So the Schottky provides high speed, whereas 74H also provides high speed. ഇവിടെ ഇതും ഹൈ സ്പീഡാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഇവിടെ ഉള്ളൊരു പ്രോബ്ലം എവിടെയെന്ന് പറയുന്നത് ഇതിനകത്ത് ഹയർ പവർ കൺസംഷൻ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ. പക്ഷേ ഇതിൽ ഈ വേറൊരു ഡിഫറൻസ് കൂടെ നമുക്ക് പറയാനുണ്ട്. 74H സീരീസിൽ അവിടെ നമുക്ക് പിന്നെ ഈ പവർ കൺസംഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ ഇതിൽ സ്വിച്ചിങ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം സാച്ചുറേഷനിൽ പോയി കഴിഞ്ഞാൽ, ഒരു ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിൽ പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് തിരിച്ച് കട്ട് ഓഫിലേക്ക് കൊണ്ടുവരാൻ ഒരു ഡിലേ വരും, ഒരു സ്ലൈറ്റ് ഡിലേ. ഇതാണ് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള TTL സംഭവിക്കുന്നത്. ഇപ്പോൾ 7400 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് TTL ആണ്. ഇപ്പോൾ നേരത്തെ കാണിച്ച സർക്യൂട്ടിൽ ഇവിടെ സ്റ്റാൻഡേർഡ് TTL ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. ഈ സ്റ്റാൻഡേർഡ് TTLിലുള്ളൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് സാച്ചുറേഷൻ കട്ട് ഓഫിലാണ് ഈ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ദി ട്രാൻസിസ്റ്റർ വർക്ക്സ് ഐദർ ഇൻ സാച്ചുറേഷൻ ഓർ കട്ട് ഓഫ്. സോ വെൻ ഇറ്റ് മൂവ്സ് ഫ്രം സാച്ചുറേഷൻ ടു കട്ട് ഓഫ് എ സ്ലൈറ്റ് ഡിലേ ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഓക്കെ, ആൻഡ് ഡ്യൂ ടു ദിസ് ഡിലേ ദ സ്പീഡ് ഈസ് റെഡ്യൂസ്ഡ്. സ്പീഡ് കുറഞ്ഞു പോകും. അപ്പോൾ സ്പീഡ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സ്റ്റാൻഡേർഡ് TTL NAND gate or NOT gate that reduces due to the delay in the switching, and that delay in switching is due to the transition for change from saturation to cutoff or vice versa, that is from cutoff to saturation. രണ്ട് രീതിയിലും സാച്ചുറേഷൻ കട്ട് ഓഫ് ആയാലും ഒരു ട്രാൻസിസ്റ്റർ സാച്ചുറേഷനിലേക്ക് പോകുമ്പോഴും സാച്ചുറേഷനിലിരിക്കുന്ന ഒരു ട്രാൻസിസ്റ്റർ കട്ട് ഓഫിലേക്ക് പോകുന്ന സമയത്ത് രണ്ട് തവണയും അവിടെ ഡിലേ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആ ഡിലേ ആണ് ഇവിടെ നമുക്ക് ഗേറ്റിൽ ഡിലേ ആയിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഡിലേ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നതെന്ന് പറയുന്നത് സാച്ചുറേഷൻ കട്ട് ഓഫ് റീജിയനിലേക്ക് ഒന്നെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുക. അപ്പോൾ അവിടെ ആക്റ്റീവ് റീജിയനിൽ നിന്ന് കഴിഞ്ഞാൽ ആക്റ്റീവ് റീജിയനിൻ്റെ ഒരു അപ്പർ ലിമിറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഒരിക്കലും സാച്ചുറേഷനിലേക്ക് പോകാനും പാടില്ല. ആ രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ഡിലേ എന്ന് പറയുന്നത് സാച്ചുറേഷനിൽ എത്തിക്കഴിഞ്ഞാലുള്ള ഡിലേ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ അവിടെ സ്വിച്ചിങ് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഹയർ പവർ കൺസംഷനാണ് അതിൻ്റെ വേറൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അത്തരത്തിൽ ഹയർ പവർ കൺസംഷനാണ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ട H സീരീസിലുള്ള സർക്യൂട്ട്. ഇപ്പോൾ ഇവിടെ H സീരീസ് നമ്മൾ കാണിച്ചിട്ടില്ല, പക്ഷേ H സീരീസിലുള്ള സർക്യൂട്ടും ഇവിടെ സിമിലർ ആണ്. നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റാൻഡേർഡ് TTLുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇതിന് സിമിലർ ആയിട്ടൊരു സർക്യൂട്ടാണ്. ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷേ അതേസമയം ഷോർട്ട് കീ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
സ്റ്റാൻഡേർഡ് TTL ഉപയോഗിച്ച പോലത്തെ ട്രാൻസിസ്റ്റേഴ്സോ ഡയോഡ്സോ അല്ല, പകരം ഷോർട്ട് കീ ട്രാൻസിസ്റ്റേഴ്സും ഷോർട്ട് കീ ഡയോഡ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഷോർട്ട് കീ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ സ്വിച്ചിങ് സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. സ്വിച്ചിങ് സ്പീഡ് കാരണം ഇവിടെ സാച്ചുറേഷൻ കട്ട് ഓഫിലേക്ക് പോയാൽ പോലും ഇവിടെ റിക്കവറി എന്ന് പറയുന്നത് ഡയോഡുകൾ, അതുപോലെ ഷോർട്ട് കീ ഡയോഡ്, ഷോർട്ട് കീ ട്രാൻസിസ്റ്ററും അത് പെട്ടെന്ന് തന്നെ അത് സ്വിച്ച് ചെയ്യാൻ കഴിയും. അതായത് പെട്ടെന്ന് സ്വിച്ച് ഓണും സ്വിച്ച് ഓഫും ആക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ ഈ ഷോർട്ട് കീ ട്രാൻസിസ്റ്ററിൻ്റെ പ്രത്യേകത. അവിടെ സാധാരണഗതിയിൽ നോർമൽ BJTs, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള BJT സാച്ചുറേഷൻ കട്ട് ഓഫ് ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന അൺവാണ്ടഡ് ഡിലേ ഉണ്ടാവില്ല. അതാണ് ഷോർട്ട് കീ ട്രാൻസിസ്റ്റേഴ്സിൻ്റെയും പ്രത്യേകത. അപ്പോൾ ഈ ഷോർട്ട് കീ ട്രാൻസിസ്റ്റേഴ്സും ഷോർട്ട് കീ ഡയോഡ്സും ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഷോർട്ട് കീ TTL ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് സർക്യൂട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ECL ആണ്, എമിറ്റർ കപ്പിൾഡ് ലോജിക് സർക്യൂട്ട്. സോ ECL സ്റ്റാൻഡ്സ് ഫോർ എമിറ്റർ കപ്പിൾഡ് ലോജിക് ഗേറ്റ്, അല്ലെ എമിറ്റർ കപ്പിൾഡ് ലോജിക് എന്ന് പറയാം. എമിറ്റർ കപ്പിൾഡ് ലോജിക്. Emitter coupled logic. So in the case of the emitter coupled, you can see that the emitters are coupled. The emitters of the transistors Q1, Q2, Q3, Q4 are coupled. അതുകൂടാതെ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് ഇവിടെ സെക്കൻഡ് സ്റ്റേജിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഇൻപുട്സിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് ട്രാൻസിസ്റ്റേഴ്സ് Q1, Q2, Q3 കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ ഈ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൻ്റെ എമിറ്റേഴ്സ്, രണ്ട് എമിറ്റേഴ്സും തമ്മിൽ കപ്പിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഈ ക്യാൻ കോൾ ദിസ് ആസ് എമിറ്റർ കപ്പിൾഡ് ലോജിക്. സോ ഹിയർ ECL സ്റ്റാൻഡ്സ് ഫോർ എമിറ്റർ കപ്പിൾഡ് ലോജിക്. സോ ലൈക്ക് TTL ഈസ് ഓൾസോ എ ബൈപോളാർ ടെക്നോളജി. ഇവിടെ TTLന് സിമിലർ ആയിട്ട് ഇതും ബൈപോളാർ ആണ്, കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. ദെൻ ഹിയർ ദിസ് കൺസിസ്റ്റ് ഓഫ് എ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. ഇതൊരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്, കാരണം ഇൻപുട്ട് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ എന്ന് കാണാം. നമുക്ക് Q4 Q5ൻ്റെയും എമിറ്റർ തമ്മിൽ കപ്പിൾ ചെയ്തിട്ടുണ്ട്. ഇൻപുട്ട് നമുക്ക് ഇവിടെ കളക്ടറിൽ കൊടുക്കാം. ഇവിടെ ഇതിൻ്റെ കപ്ലിംഗ് നമുക്ക് ഇവിടെ ഇത് കണക്ഷൻ ഇവിടെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ കൂടാതെ ഈ ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് മൾട്ടിപ്പിൾ ഇൻപുട്ട് വേണ്ടിയിട്ടാണ് ഇവിടെ ABC എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എൻ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഓർ ഗേറ്റ് ഓർ നോർ ഗേറ്റ് സർക്യൂട്ട്. ഇവിടെ ഒരേ സമയത്ത് ഓർ ഔട്ട്പുട്ടും കിട്ടും, നോർ ഔട്ട്പുട്ടും കിട്ടും. അപ്പോൾ ഈ ഗേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഇൻപുട്ട് ഓർ നോർ ഗേറ്റ് സർക്യൂട്ട്. ഇപ്പോൾ നോർ ഗേറ്റിൻ്റെ സിമ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. സാധാരണ ഓർ ഗേറ്റ് എന്ന് പറയുന്നത് ഇതാണ് ഓർ ഗേറ്റ് എന്ന് പറയുന്നത്. ദിസ് എൻ ഓർ ഗേറ്റ് സിമ്പിൾ. അപ്പോൾ ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർ കിട്ടും. അപ്പോൾ ഇവിടെ രണ്ട് ലോജിക്കും ഉണ്ട്, ഓറും ഉണ്ട് നോറും ഉണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ഔട്ട്പുട്ടാണ്, അതുകൊണ്ട് ഞാൻ മൾട്ടിപ്പിൾ ഔട്ട്പുട്ടായിട്ട് കാണിക്കാം. ഈ സിമ്പിളിൽ നമുക്ക് ഇവിടെ ഓർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, കൂടാതെ ഒരു ബബിൾഡായിട്ട് ഇങ്ങനെ ഒരു നോർ ഔട്ട്പുട്ടും കൂടെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരേ ലോജിക്കിൽ തന്നെ ഇൻപുട്ട് സെയിം ആയിട്ട് കൊടുത്തുകൊണ്ട് ഇൻപുട്ട് എയും ബി ആയിക്കോട്ടെ. ഇനി ഇതേപോലെ മൾട്ടിപ്പിൾ ഇൻപുട്ടാണ് സി ആകാം, ഇവിടെ സിയും കൊടുക്കാം. പക്ഷേ ഇവിടെ ഈ കേസ് നമുക്ക് രണ്ട് ഇൻപുട്ടോ മൾട്ടിപ്പിൾ ഇൻപുട്ടോ കൊടുക്കാം. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് ഇവിടെ, അതായത് ഒന്ന് ഓറും മറ്റേത് നോറും. അപ്പോൾ ഇവിടെ അതുപോലെ നമുക്ക് കാണാം ഓർ ഔട്ട്പുട്ടുണ്ട്, ഇവിടെ ഒരു നോർ ഔട്ട്പുട്ടും ഉണ്ട്. ഇതാണ് സർക്യൂട്ട്. സർക്യൂട്ടിൽ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഉപയോഗിക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ ഇൻപുട്സിന് വേണ്ടി ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ബയാസ് സർക്യൂട്ട് ഉണ്ട്, കാണാം ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഇവിടെ അഡീഷണൽ ആയിട്ട് ഇവിടെ ബയാസിങ് വേണ്ടിയിട്ടൊരു സർക്യൂട്ട് ഇവിടെ കാണാം. കൂടാതെ കോംപ്ലിമെൻ്ററി ഔട്ട്പുട്ട്സ് കൊടുത്തിട്ടുണ്ട്. കോംപ്ലിമെൻ്ററി ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ഒരേ സമയം ഓർ ഔട്ട്പുട്ടും നോർ ഔട്ട്പുട്ടും കിട്ടുന്നതിനാണ് കോംപ്ലിമെൻ്ററി ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കണക്ഷൻസ് എടുത്തിട്ടുള്ളത് ഇപ്രകാരമാണ്. ഓർ ഔട്ട്പുട്ടിന് വേണ്ടി ഓർ ഔട്ട്പുട്ടിലേക്കുള്ള ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇവിടെ Q5യുടെ കളക്ടറിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം നോർ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഉള്ള ട്രാൻസിസ്റ്ററിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് Q4 ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഇവിടെ അതിനനുസരിച്ച് ഇത് NPN ട്രാൻസിസ്റ്ററാണ്. ഇവിടെ ഒരേ സമയം ട്രാൻസിസ്റ്റർ Q4ഉം Q5 ഓൺ ആവത്തില്ല. Q4
ഓൺ ആവുന്ന സമയത്ത് ഇവിടെ നോർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. Q5 ഓൺ ആവുന്ന സമയത്ത് ഇവിടെ ഓർ ഔട്ട്പുട്ട് കിട്ടും. അതിനനുസരിച്ച് Q4 ആണോ Q5 ആണോ ഓൺ ആകുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഇൻപുട്ട്സാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇൻപുട്ട് Q4ലേക്കുള്ള ഇൻപുട്ട് ഇവിടെ കാണാം. ഈ റെസിസ്റ്റൻസ് വഴി ബയസ് ചെയ്തിട്ട് നേരെ ഇതാണ് ഇൻപുട്ട്, നേരെ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഇവിടെയുള്ള കണക്ഷൻസ് അഡീഷണലായിട്ട് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഡീഷണലായിട്ട് ഇൻപുട്ടുകൾ കാണിച്ചിട്ടുള്ളത്. അത് ഇതിൻ്റെ കളക്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇതിനെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് കളയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓരോ ഇൻപുട്ട് കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ ഈ Q4നെ ബയാസ് ചെയ്യുക അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ കണക്ഷൻ ഉള്ളത്. സോ ദിസ് സർക്യൂട്ട് forms the emitter coupled logic. It uses ordinary or BJT bipolar junction transistors, and it uses the differential amplifier input and uses multiple transistors as the input for multiple inputs. You can have single input or multiple inputs. So then ഇവിടെ നമുക്കിത് നിർബന്ധമില്ല, കാരണം ഈ പാർട്ട് ഇവിടെ നമുക്ക് ഒഴിവാക്കിയാലും സർക്യൂട്ട് ഇവിടെ ഇങ്ങനെ സാധാരണ സിമ്പിളായിട്ടുള്ള, ഇപ്പോൾ ഈ പാർട്ട് വരച്ചില്ലെങ്കിലും നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്നില്ല. ഈ പാർട്ട് മാസ്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇത് വേണ്ട. പകരം ഒരു ഇൻപുട്ട് മാത്രം ഇവിടെ കൊടുക്കാം. അങ്ങനെ ഒരു ഇൻപുട്ട് മാത്രം കൊടുത്തുകൊണ്ട് ഇതിനെ ഒരു സാധാരണ നോറല്ലേ ഓർ ലോജിക്കായിട്ട് ഇവിടെ വരയ്ക്കാം. ഇൻപുട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ടല്ല, രണ്ട് ഇൻപുട്ട് നമുക്ക് വേണ്ടി വരും. മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഓറല്ലേ നോറാകുമ്പോൾ രണ്ട് ഇൻപുട്ട് നമ്മൾ ഏതായാലും കൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ ABCD എന്നുള്ളതിന് പകരം എയും ബിയും മാത്രം കൊടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ ആക്കാം ഇതിനെ. അപ്പോൾ ഇവിടെ എയും ബിയും മാത്രം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ അഡീഷണലായിട്ട് വരുന്ന ഈ സർക്യൂട്ടുകളെ ഒഴിവാക്കാം. ഓക്കെ, ബാക്കി ഇതിന് ഈ സർക്യൂട്ട് വരയ്ക്കാം. ഇപ്പോൾ ഈ രീതിയിൽ തന്നെ വരച്ചാൽ മതി. ഞാനത് നിങ്ങളോട് പറഞ്ഞ കാരണം എക്സെപ്റ്റ് ഇതിനെങ്ങനെ മോഡിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് നമുക്ക് ഇല്ലെങ്കിൽ ആവശ്യമില്ല, രണ്ട് ഇൻപുട്ട് മതി. ഇവിടെ മൾട്ടിപ്പിൾ ഇൻപുട്ട് വരുന്ന ഒരു കേസ് എടുത്തു എന്നേ ഉള്ളൂ. മൾട്ടിപ്പിൾ ഇൻപുട്ട് വരുന്ന കേസിൽ ഇവിടെ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻപുട്ടുകൾ ഉണ്ടാവും. ABCD എന്നതിന് പേര് നമുക്ക് കൊടുക്കാം, ABCD. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സർക്യൂട്ട്. സോ because of here the advantages of the emitter coupled logic, you can see the emitter this follows an emitter follower. ഇതിനൊരു emitter follower ആണ് അതിൻ്റെ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ഔട്ട്പുട്ട് സ്റ്റേജിൽ ഓർ ലോജിക് എന്ന് പറയുന്നത് emitter follower ഔട്ട്പുട്ടാണ്. നമുക്കിവിടെ കാണാം ഇതിൻ്റെ ഓർ ഔട്ട്പുട്ട്, കാരണം ഇവിടെ എമിറ്റർ എന്നാണ് നമ്മൾ ഓർ ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് എൻ എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷൻ. കാരണം ഇവിടെ എമിറ്റർ ഫോളോവർ എന്ന് ഉദ്ദേശിക്കുന്നത് എമിറ്റർ ഫോളോസ് ദ ബേസ് എന്നാണ് പറയുക. അപ്പോൾ അത് നേരെ ഓർ ഔട്ട്പുട്ടാണ്. ദെൻ it's the complement. NOR will be the complement of OR. Then because of the low impedance of the emitter follower, ഇതൊരു low impedance circuit ആണ്, and high input impedance of the differential amplifier. Usually differential amplifierൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ലോ ഇമ്പിഡൻസും ഇൻപുട്ട് എന്ന് പറയുന്നത് ഹൈ ഇമ്പിഡൻസും ആണ്. ഓക്കെ, സോ വി ക്യാൻ യൂസ് എ ഹൈ ഫാൻ ഔട്ട് ഓപ്പറേഷൻ ഈസ് പോസിബിൾ. ഹൈ ഫാൻ ഔട്ട് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഡിവൈസുകൾ മൾട്ടിപ്പിൾ ലോജിക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഹൈ ഫാൻ ഔട്ട് ഓപ്പറേഷൻ പോസിബിൾ ആണ്. സോ ഇൻ ദിസ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് സാച്ചുറേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് സാച്ചുറേഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഇത് അച്ചീവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിലേ എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. സോ ഇറ്റ് ഹാസ് very much less delay, and that is one of the advantages of the emitter coupled logic circuit. So here the lack of saturation in ECL circuit permits high frequency switching. So high frequency switching possible ആണ് ഈ പറയുന്ന emitter coupled logic gate. Okay, so this completes this portion. Okay, so let me wind up. We have studied the different so far we have studied the different IC technologies. So the different technologies we have studied are TTL, CMOS, ECL and open circuit. Open collector. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്
ഇത്രയും കാര്യങ്ങളാണ്. TTL നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ TTL ഇൻവേർട്ടറിനെ കുറിച്ച് പഠിച്ചു, അതിൻ്റെ ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത് CMOSനെ പറ്റി പഠിച്ചു, CMOS സർക്യൂട്ട് എന്താണെന്നുള്ളത് കണ്ടു. ദെൻ അടുത്തത് ഓപ്പൺ കളക്ടർ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. വീണ്ടും അതിനുശേഷം ഇവിടെ ഷോർട്ട് കീ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ സിലബസ് പറഞ്ഞിട്ടില്ല ഷോർട്ട് കീയെക്കുറിച്ച്. പക്ഷേ ഷോർട്ട് കീ ഹൈ സ്പീഡ് സ്വിച്ചിങ്ങിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഷോർട്ട് കീ ഡിവൈസസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഷോർട്ട് കീയിൽ. കൂടാതെ ഇവിടെ എമിറ്റർ കപ്പിൾഡ് ലോജിക് ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട് നമ്മൾ പഠിച്ചു. ഇത്രയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എമിറ്റർ കപ്പിൾഡ് ലോജിക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ യൂസ് ഫോർ എ ഫാസ്റ്റർ സ്വിച്ചിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ECLന് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി വി ക്യാൻ സേ ദാറ്റ് സ്റ്റാൻഡേർഡ് TTL ഹാസ് ലോ സ്പീഡ് വെൻ കമ്പയർഡ് വിത്ത് ഓപ്പൺ coupled means emitter coupled logic. And short key diode also is used for short key TTL is also used for high speed switching. അപ്പോൾ അവിടെ ഇതിൻ്റെ രണ്ടിൻ്റെയും പർപ്പസ് എന്ന് പറയുന്നത് ഹൈ സ്പീഡ് ഓപ്പറേഷന് വേണ്ടിയാണ്, എമിറ്റർ കപ്പിൾഡ് ലോജിക്കും ഷോർട്ട് കീയും. കൂടാതെ എമിറ്റർ കപ്പിൾഡ് ലോജിക്കിന് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹൈ ഫാൻ ഔട്ട് ഇവിടെ പോസിബിൾ ആണ്, കൂടുതൽ ഡിവൈസ് അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ കൺക്ലൂഷനിൽ പറയാനുള്ളത്. സോ താങ്ക്സ് ഫോർ watching the video. See you in the next class. Bye.
comparison, we can say that 1G and 2G cellular networks. Here, 1G cellular uses analog techniques basically, and the 2G cellular network uses digital modulation technique. So that is the contrast or the difference between 1G and 2G cellular networks. So here in the